+1 ഇഷ്ടാന്ന് പറഞ്ഞത് ഞാൻ പറയാം, നമുക്കൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടാ പറഞ്ഞപ്പോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നറിയില്ല, എന്റെ കഷ്ടകാലം കൊണ്ടായിരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, എനിക്ക് പറയാം, എന്റെ അടുത്ത് പറയാൻ ഇഷ്ടമാണെന്ന് പറയാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ വേറൊരു കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ഇഷ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അവൻ പറഞ്ഞപ്പോ നീ എന്ത് പറഞ്ഞു? ആണാണത്തെ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാന്. കാരണം ഞാൻ ഒരു ഒഴിവാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് സംഭവം. പക്ഷെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ആ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അവനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ എന്റെ അടുത്ത് പറയട്ടെ, നീയാണോ പറയേണ്ടി ചോദിച്ചു അല്ലെ? അപ്പൊ അത് അവൻ പോയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അപ്പൊ തന്നെ എന്റെ അടുത്ത് ഒരു ബെഞ്ചിൽ ഒരു ബെഞ്ചിന്റെ അറ്റത്ത് ഞാനിരുന്നു. ഈ ആണുങ്ങളുടെ സൈഡിലുള്ള ബെഞ്ചിന്റെ ഈ അറ്റത്ത് നിങ്ങൾ ഇരുന്നു. എന്നിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറയണ്ട്, നേരിട്ട് പറയാനൊരു അവൻ പറയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ, ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ. ഇഷ്ടം പറഞ്ഞില്ല, ഒന്നും പറയില്ല അല്ലെ? പിന്നെ പറയാണ്ട് പോയി. അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പോണ സ്ഥലത്തേക്കൊക്കെ വരും. നമ്മൾ എവിടെ പോയാലും അവിടെ നമ്മൾ കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മള് ഇവിടെ കണ്ടാല് പെട്ടെന്ന് നോക്കുമ്പോ അവിടെ ഉണ്ടാവും. അതായത് ഞാൻ അതിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നത് അറിയോ? അതിനെ ഒരു ചെക്കൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പോണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇവിടെ കണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെയും വന്നിട്ടുണ്ടാവും. കാരണം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരില്ലേ. അപ്പൊ നമുക്ക് എന്ത് തോന്നും, നമ്മൾ അത്രക്ക് ഇഷ്ടാണ്, അങ്ങനെയൊക്കെ തോന്നും. ഇഷ്ടാണല്ലോ, ഇഷ്ടാണ്, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമുക്ക് പറഞ്ഞ ഈ ഒരു പ്രണയം പറഞ്ഞൊരു സംഭവം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വേറൊരു ജാതിയിൽപ്പെട്ട ആളിനെ സ്നേഹിക്കില്ലല്ലോ.